ജനറൽ സെക്രട്ടറി പത്രസമ്മേളനം ഉണ്ടാവും. ഈ ചോദ്യം അദ്ദേഹം കൃത്യമായിട്ട് ചോദിക്കണം കേട്ടോ. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ട ഒരു വാക്ക് ധൂർത്തായിരുന്നു. വലിയ ധൂർത്തിലാണ് LDF ഇടപെട്ടതെന്നുള്ളത് കേരളത്തിലെ UDFും BJPയും സ്വാഭാവികമായിട്ട് മാധ്യമങ്ങളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. LDF സർക്കാരിൻ്റെ കാലത്തെ ചെലവിനേക്കാൾ എത്രയോ അധികം ചെലവ് ഇന്ന് UDF സർക്കാരിൻ്റെ കാലത്ത് നടക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ പ്ലീഡർമാരുടെ എണ്ണത്തിൽ വരുത്തിയ വർധനവ്. സീനിയർ പ്ലീഡർമാർ 1.5 ലക്ഷം രൂപ മാസ ശമ്പളം വെച്ച് 3 പേര്, സ്പെഷ്യൽ GP 1.5 ലക്ഷം വെച്ച് 3, സീനിയർ GP 1,40,000 വെച്ച് 4, GP 1.25 ലക്ഷം വെച്ച് 6, അങ്ങനെ 13 അധിക പോസ്റ്റുകളാണ് ഇവർ ആരുടെയും നിരീക്ഷണമോ വിമർശനവും ഇല്ലാതെ സൃഷ്ടിച്ചത്. ഇതിലൂടെ പ്രതിമാസം 17-18 ലക്ഷം രൂപ അധികം കേരള ഖജനാവിൽ നിന്ന് പോകും. പിന്നെ ഈ പുതിയ ഭരണം മാറിയപ്പോഴേക്കും ഭാഷയിലും പദാവലികളിലൊക്കെ വലിയ മാറ്റം വന്നു. ഉദാഹരണം പറഞ്ഞാൽ മന്ത്രിമന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണി പണ്ട് മോടി പിടിപ്പിക്കലായിരുന്നെങ്കിൽ അതിപ്പോൾ അറ്റകുറ്റപ്പണിയായി. പണ്ട് ഹെലികോപ്റ്റർ ദൂർത്തായിരുന്നെങ്കിൽ ഇന്നത് രക്ഷാപ്രവർത്തനമായിട്ട് മാറി. പണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോഴുള്ള സംസ്ഥാനങ്ങളുടെ സെസ് നികുതിയിലുള്ള വർധനവ് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്നായിരുന്നു ആവശ്യമെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ കൃത്യമായിട്ട് വിഴുങ്ങുന്ന ഒരു U-ടേൺ ഗവൺമെൻറ്, UDF അല്ല, ഒരു UTF ഗവൺമെൻറ്റായിട്ട് സതീശൻ്റെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ യഥാർത്ഥ സ്ഥിതി. അല്ല, ഞാൻ സതീശനെ കുറ്റപ്പെടുത്തില്ല. യഥാർത്ഥത്തിൽ സതീശൻ്റെ മാനസിക സംഘർഷം ഞാൻ ഉൾക്കൊള്ളുകയാണ്, മനസ്സിലാക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ UDFുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ മാത്രമല്ല, അദ്ദേഹത്തിനെ സഹായിച്ച RSS BJPയുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ കൂടി അപ്പോയിൻ്റ് ചെയ്യണ്ടേ. അപ്പോൾ LDFിൻ്റെ കാലത്തുണ്ടായിരുന്ന പോസ്റ്റ് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇത് നിറവേറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ 13 അധിക പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത്. എന്താ കാരണം? RSSകാരെയും കൂടി ഉൾപ്പെടുത്തണം, അവരെയും കൂടി ചേർത്ത് നിർത്തിയാൽ മാത്രമേ അവരോട് നീതി പുലർത്താൻ പറ്റുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെ ആന്തരിക സംഘർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഒരു ചോദ്യം, ഈ RV ബാബു അടക്കമുള്ള ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളൊക്കെ മുഖ്യമന്ത്രിയെ പോയി കാണുകയും മുഖ്യമന്ത്രി നല്ലതുപോലെ ഞങ്ങളെ കേട്ടു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ കൂടി തുടർച്ചയായിട്ട് കാണണം. അല്ല, ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആരെയും കാണുന്നതിന് പ്രശ്നമില്ല, അതിനൊന്നും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേങ്കിൽ മുമ്പ് ഇതുപോലെ ഒരു ആഘോഷപരമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച നടന്നിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും UDF ആൾക്കാർ പ്രതികരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. പിന്നെ RV ബാബു പറഞ്ഞു വളരെ നല്ല സ്വീകരണമാണ് കിട്ടിയതെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ല സ്വീകരണം കിട്ടിയിട്ടുണ്ടാവും. അല്ല, ബാബു അങ്ങനെ നുണ പറയുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കാരണം സതീശൻ്റെ കാര്യത്തിൽ ഒരുപാട് സത്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് RV ബാബു. അപ്പോൾ മറ്റു കാര്യങ്ങളിലൊക്കെ RV ബാബു ഒരു നുണ പറയാനുള്ള ഒരു ചാതുര്യം ഉണ്ട് എന്ന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ പോലും VD സതീശൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നുണ അദ്ദേഹം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിന് വിമർശനം ഉന്നയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. സതീശനൊക്കെ അവരാണ് ഈ നിലയിൽ മാറിയിരിക്കുന്നത്. ഞാനിപ്പം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഭരണത്തിൽ വന്ന് വളരെ ഹ്രസ്വകാലം കൊണ്ട് എങ്ങനെ മലക്കം മറിഞ്ഞു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നൊരു കാര്യമുണ്ട്, ലോകത്തിലെ ഒരു സർക്കാരും ഇത്ര ദ്രുതഗതിയിൽ ഇതുപോലെ ഒരു മലക്കം മറിച്ചിൽ നടത്തിയിട്ടില്ല. അങ്ങനെ മലക്കം മറിയലിൻ്റെ ഒരു സമ്മാനമെങ്കിലും സതീശൻ ഗവൺമെൻറ്റിന് വൈകാതെ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഈ ന്യൂസ് മേക്കർ അവാർഡൊക്കെ ഇടയ്ക്കില്ലേ, അതുപോലെ ഒരു മലക്കം മറിച്ചിൽ അവാർഡ് ഉണ്ടാക്കിയിട്ട് VD സതീശന് കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭ്യർത്ഥന കേരളത്തിലെ മാധ്യമങ്ങളുടെ മുമ്പിൽ എനിക്ക് വെക്കാനുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊക്കെ മുമ്പ് നടന്നിരുന്നെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള വിമർശനങ്ങളുമായിരിക്കും ഉണ്ടാകുക. ഇപ്പോഴങ്ങനെ ഒരു ചർച്ച പോലും നമ്മുടെ സമൂഹത്തിലില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ VD സതീശൻ്റെ മംഗലാപുരം യാത്ര ചാർട്ടേഡ് വിമാനത്തിൽ
ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, കോൺഗ്രസ്സുകാർ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിൽ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തിനാ ഇപ്പം മലയാളിക്ക് ഇത്ര ധൃതി? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിശ്രമിക്കേണ്ട സമയത്ത് അദ്ദേഹം ധൃതി പിടിച്ച് മംഗലാപുരത്തേക്ക് പോവുകയാണ് ചാർട്ടേഡ് വിമാനത്തിൽ. ആരാണ് പണം മുടക്കിയത്? ആരാണ് വിമാനത്തിൻ്റെ സ്പോൺസർ? ആരെ കാണാനാണ് യഥാർത്ഥത്തിൽ പോയത്? അപ്പോൾ അദ്ദേഹം ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലും ഒരു കേവലപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധത്തിൻ്റെ ഒരു അയലക്കത്ത് പോലും എത്താത്തൊരു വിസ്തീർണം കൊടുത്തു. എന്താണ്? ആര്യാടൻ്റെ ബന്ധുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് മംഗലാപുരത്ത് പോയത്. ഞാൻ ചില കോൺഗ്രസ്സുകാരോട് ചോദിച്ചപ്പോൾ, ആര്യാടൻ ജീവിച്ചിരിക്കുമ്പോൾ നിലമ്പൂർ പോകാത്ത സതീശൻ ആര്യാടൻ്റെ ഏതോ വകയിലുള്ള ബന്ധുവിനെ കാണാൻ ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്ത് പോയി എന്ന് പറയുമ്പോൾ അവിടെ ഉപചോദ്യങ്ങളും അന്വേഷണങ്ങളും അവസാനിക്കുന്നു എന്ന് പറയുന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നിർഭാഗ്യങ്ങളിൽ ഒന്നെന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവം ഇടതുപക്ഷത്തിലെ ഏതെങ്കിലും നേതാവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള അപസർപ്പക കഥകളും അന്വേഷണങ്ങളുമായിരിക്കും കേരളത്തിൽ നടക്കുക. ആ വിമാനത്തിൻ്റെ ബില്ലുൾപ്പെടെ അത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെ, മാത്രമല്ലെന്ന് ക്ഷേത്ര ദർശനത്തിൻ്റെ ഹെലികോപ്റ്ററിൽ പോകണോ? ക്ഷേത്രം ദർശിച്ചിട്ടുണ്ടാവും. എന്താ കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അദാനി മൂകാംബിക ഒക്കെ ഒരുപോലെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ്. അദ്ദേഹത്തിന് നമ്മളത് അക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ നിലയിൽ വെച്ച് നോക്കുമ്പോൾ. പക്ഷേങ്കിൽ ഈ പറയുന്ന പോലെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്ന് ഒരാൾ മംഗലാപുരത്തേക്ക് പോകാൻ വേണ്ടി എന്തെല്ലാം യാത്രാമാർഗ്ഗങ്ങളുള്ളപ്പോൾ ആരുടെ ചെലവിലാണെന്ന് അദ്ദേഹം പോയത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ധൂർത്ത് എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് എന്ന് UDF ഗവൺമെൻറ് കേരളത്തോട് വിശദീകരിക്കേണ്ട ഒരു ഘട്ടമാണ്. ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ പ്രശ്നം. ഇപ്പോൾ BJP ദില്ലിയിൽ ഈ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസ് താങ്കളുടെ വസതിൻ്റെ തൊട്ട് താഴെ തുടങ്ങി. എൻ്റെ വസതിയുടെ സൗത്ത് അവന്യൂ. ഇത് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഞാനുമായിട്ട് ബന്ധമുണ്ട്. അതെ, സൗത്ത് അവന്യൂ എന്ന് പറഞ്ഞാൽ MP മാർക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സ്ഥലമാണല്ലേ? അതെ, അതുകൊണ്ട് ഇനിയിപ്പോൾ അതുപോലെ BJP-ക്കാരോ അവിടെ താമസിച്ചു, MP-മാരെല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. പക്ഷേ എനിക്ക് അതെന്താണെന്ന് എനിക്കറിയില്ല, അന്ന് വസ്തുത അറിഞ്ഞിട്ട് ഞാൻ പറയാവുന്നതാണ്. പക്ഷേ അത് മുമ്പ് ആരോ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്ന BJP-ക്കാരും ഉണ്ട് പണ്ട് കേരളത്തിൽ, നമ്മുടെ മാന്യനായിട്ടുള്ള ഈ ശ്രീധരൻ. പക്ഷേ എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യം വെച്ചാൽ, കഴിഞ്ഞ MPs കോൺഫറൻസിൽ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് VD സതീശൻ വളരെ വാചാലമായി പറഞ്ഞൊരു കാര്യമുണ്ട്. MP-മാർ അംബാസഡർമാരാകണം, അവർ കമ്മിറ്റികളായി തിരിഞ്ഞിട്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്യൂറോടെ വാദിക്കണമെന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഇവരപ്പോൾ എന്തായിരുന്നു UDF-ൻ്റെ MP-മാർ? പൊടുന്നനെ മൂപ്പർക്കൊരു ബോധോദയം ഉണ്ടായി, ഈ MP-മാർ അംബാസഡർമാരായിരിക്കണമെന്ന്. കേരളത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളോടും മുഖം തിരിച്ച് വെച്ച് കേരളത്തിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ 10 വർഷം പാർലമെൻറ്റിനുള്ളിലും മന്ത്രിമന്ദിരങ്ങളിലും കയറി ഇറങ്ങി നടന്ന അവരിപ്പോൾ അംബാസഡർ ആയിരിക്കണം എന്ന് VD സതീശന് തോന്നിയത് നല്ലതാണ്. വൈകി വന്നൊരു സദ്ബുദ്ധിയാണ്. ഇത് മുൻപോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. വിഴിഞ്ഞത്തിന് നിങ്ങൾ ഈ പറയുന്ന പോലെ ചില ഇഴകീറി ഏതെങ്കിലും ഒരു സാധനം എടുക്കലല്ലേ. വിഴിഞ്ഞത്ത് വളരെ കൃത്യമായ സ്പഷ്ടമായിട്ടുള്ള നിലപാടല്ലേ ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ UDF-അല്ലേ ഒരു നിലപാട് ഇതുവരെ സ്വീകരിക്കാത്തത്. എല്ലാം കൃത്യമായിട്ട് AICC-യുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞൊരു വാചകമുണ്ട്, എന്ത് അർത്ഥഗർഭമായിട്ടുള്ള വാക്കാണ്. അതായത് കേരളത്തിൽ അദാനിയും BJP-യുമാണോ ഭരിക്കുന്നത് എന്തൊരു ചോദ്യചിഹ്നമിട്ട് അദ്ദേഹം കേരളത്തിൻ്റെ കൂടി ചുമതലയുള്ള AICC-യുടെ ജനറൽ സെക്രട്ടറി ചോദിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു ചോദ്യം ഇങ്ങനെ നമ്മുടെ കാതിൽ അരമ്പിക്കൊണ്ടിരിക്കല്ലേ. കോൺഗ്രസ് ഒരു നിലപാട് എടുക്കട്ടെ എന്ന്. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട്. ഞങ്ങളുടെ നേതാക്കളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അതെല്ലാം കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയിൽ അങ്ങനെ വിരുദ്ധാഭിപ്രായം ചില നേതാക്കളുടെ ഭാഗത്തുണ്ടെങ്കിൽ അങ്ങനെ ആവശ്യമില്ല, ഐക്യത്തോടെയാണ് പാർട്ടിക്ക് തിരിച്ചടി കൂടി അല്ലല്ല. അത് ഞാൻ ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം ഞാൻ കേട്ടു. ജനറൽ സെക്രട്ടറിയോട് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ജനറൽ സെക്രട്ടറി വളരെ കൃത്യമായി പറഞ്ഞു, ഏത് കാര്യത്തിലും പൊതുവായിട്ടൊരു തത്വമാണ് അത്.
ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റിയും അക്കാര്യം കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഏത് കാര്യത്തിലാണെങ്കിലും വളരെ കൃത്യവും സ്പഷ്ടവും പൊതുവായിട്ടൊരു സമീപനമായിരിക്കണം പാർട്ടി നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ചോദ്യം വിഴിഞ്ഞുമായി ഉദ്ദേശിച്ചത് അല്ല, നിങ്ങളുടെ ചോദ്യം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹം പറഞ്ഞ എന്താണെന്നുള്ള കാര്യം എനിക്ക് ഈ മനസ്സിലായി. ഐക്യത്തിന്റെ കാര്യത്തിലേ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിയാണല്ലോ, അപ്പോൾ ഐക്യം ഉണ്ടായില്ല എന്നുള്ള ചർച്ച ഉണ്ടെന്നാണോ പറയുന്നത്? ജനറൽ സെക്രട്ടറി പത്രസമ്മേളനം ഉണ്ടാവും. ഈ ചോദ്യം അദ്ദേഹം കൃത്യമായിട്ട് ചോദിക്കണം കേട്ടോ.